രാജ്യം വലിയ നടുക്കത്തിലാണ്. തമിഴ്നാട് കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർക്ക് ജീവൻ നഷ്ടമായ വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. 1.5 വയസ്സുകാരൻ ഉൾപ്പെടെ 9 കുട്ടികൾക്കും 17 സ്ത്രീകൾക്കുമാണ് ജീവൻ നഷ്ടമായത്. 100-ലേറെ പേർ ചികിത്സയിലാണ്. 50-ലേറെ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. വിജയ് എത്താൻ വൈകി. ഒപ്പം തന്നെ പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല. ഇതെല്ലാം ദുരന്തത്തിന് കാരണമായി എന്ന് നാട്ടുകാരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു. TVK ജനറൽ സെക്രട്ടറിയുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരന്തഭൂമി സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം വിശദാംശങ്ങളുമായി. അല്പസമയം മുൻപ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു. ആ പര്യടനം വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ അല്പം മുൻപ് കണ്ടതാണ്. ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം വിശദാംശങ്ങളുമായി. സൂരജ് സതീഷ്, ശ്രീജിത്ത് ശ്രീകുമാരൻ, മുഹമ്മദ് റഹീസ് എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് സൂരജ് സജിയിലേക്കാണ്. സൂരജ് ഉള്ളത് കരൂർ മെഡിക്കൽ കോളേജിലാണ്. സൂരജ്, ഉപമുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നിജ, ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയാണ് ഉദയനിധി സ്റ്റാലിൻ സന്ദർശിക്കുന്നത്. അവരെ അദ്ദേഹം അവരെ സന്ദർശിക്കും. ഇപ്പോൾ വാർഡിനകത്തേക്ക് അദ്ദേഹം കയറാൻ ശ്രമിക്കുകയാണ്. വാർഡിനകത്തേക്ക് അദ്ദേഹം നിരവധി നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹവും മാത്രം ഇപ്പോൾ ആ വാർഡിനകത്തേക്ക് പരിക്കേറ്റവരെ കാണുന്നതിന് വേണ്ടി കയറിയിരിക്കുകയാണ്. നേരത്തെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിലും അദ്ദേഹം എത്തിയിരുന്നു. അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റുള്ളവർ ഈ റോഡ് മാർഗം വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നെങ്കിൽ അദ്ദേഹം നടന്ന് കാൽനടയായി തന്നെ മോർച്ചറിയിൽ നിന്ന് നടന്ന് ഇപ്പോൾ ഈ വാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിൻ കാൽനടയായി ഒരു 200 മീറ്ററോളം ദൂരത്തിൽ നടന്ന് ഇവിടെ എത്തി കാൽനടയായി എത്തിയാണ് ഇപ്പോൾ ഇവരെ കാണാനെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ വാർഡിനകത്തേക്ക് അദ്ദേഹം കയറിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ പരിക്കേറ്റവരുമായി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുമായി സംസാരിക്കുന്നുണ്ട്. വലിയ പോലീസ് വിന്യാസമാണ് ആശുപത്രിയിലും ആശുപത്രി പരിസരത്തുമൊക്കെ ഉള്ളത്. അദ്ദേഹം ഈ പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ആശുപത്രിക്ക് മുന്നിൽ തന്നെ ഇദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലെ 34-ാം വാർഡിനകത്തേക്ക് മെഡിക്കൽ കെയർ യൂണിറ്റാണ്. അവിടെ അദ്ദേഹം കയറി ഇപ്പോൾ ഈ പരിക്കേറ്റ ആളുകളുമായി സംസാരിക്കുകയാണ്. അവരെ സന്ദർശിച്ച ഡോക്ടർമാരുമായി കാര്യങ്ങൾ തിരക്കിയ ശേഷമായിരിക്കും അദ്ദേഹം ഇതിന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ തിരക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരെ കൂടി കാണാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും സമാനമായ രീതിയിൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹവും ആദ്യഘട്ടത്തിൽ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങളുള്ള മോർച്ചറിയിലെത്തി അവരെ കണ്ടു. അതിനുശേഷം കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിച്ചു. അതിനുശേഷമായിരുന്നു അദ്ദേഹം ഈ പരിക്കേറ്റവരുടെ ഈ വാർഡിലേക്ക് അടക്കം എത്തിയത്. അദ്ദേഹം എത്തി ഉയർന്ന ഡോക്ടർമാരുമായൊക്കെ ചർച്ചകൾ നടത്തി. ഈ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സംഘത്തിലെ ഉന്നതരും ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ ബോർഡ് യോഗം തന്നെ ചേർന്നാണ് തുടർ നടപടികൾ അടക്കം ചർച്ച ചെയ്ത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ കൂടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിദേശ യാത്ര അടക്കം വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉദയനിധി എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ വിജയ്ക്കെതിരെ ഒരു തുറന്ന പ്രസ്താവന ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം വിജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഷാർപ്പായ അറ്റാക്കിംഗ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ശനിയാഴ്ച മാത്രം പുറത്തിറങ്ങുന്ന ആളല്ല താൻ എന്ന തരത്തിലൊക്കെ വിജയ്ക്കെതിരെ ഈ ശനിയാഴ്ച ദിവസത്തെ വിജയുടെ ഈ യോഗങ്ങളെയൊക്കെ പരിഹസിച്ചുകൊണ്ടും അതിനെ കടന്നാക്രമിച്ചുകൊണ്ടും ഒക്കെ ഉദയനിധി സ്റ്റാലിൻ നേരത്തെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു വേളയിൽ, അതായത് 39 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ 50ഓളം പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. നിരവധി ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു. അതിനെല്ലാം
കാരണം കുറിച്ചത് വിജയുടെ യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയ്ക്കെതിരെ എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമായിരിക്കും സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു തുറന്ന രാഷ്ട്രീയ പ്രസ്താവന ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ MK സ്റ്റാലിൻ ഇവിടെ എത്തുന്ന സമയത്താണെങ്കിൽ പോലും അദ്ദേഹം വിജയെ വിമർശിക്കാൻ തയ്യാറായില്ല. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പരസ്യ വിമർശനത്തിന് തയ്യാറായില്ല. പകരം ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് തനിക്ക് പറയാൻ കഴിയില്ല, ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിജയുടെ പേര് പോലും പറയാതെ അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതിന് പകരം അദ്ദേഹം നടത്തിയ ഒരു വരി വാചകത്തിൽ അദ്ദേഹം വിജയെ പറയാതെ പറഞ്ഞ ഒരു വരി വാചകം കൂടിയുണ്ട്. അത് തനിക്ക് വീട്ടിലിരുന്നാൽ മനസ്സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് താൻ ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തിയത് എന്ന തരത്തിൽ പറഞ്ഞ് വിജയ് വീട്ടിലേക്ക് പോയ ഈ സംഭവത്തിന് ശേഷം വിജയ് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതിനെ പരിഹസിക്കുന്ന ഒരു സമീപനം, ഒരു ഒളിയമ്പ് അത് MK സ്റ്റാലിൻ എടുത്തിരുന്നു. അതിന് പകരം ഒരു തുറന്ന പ്രസ്താവന അത് ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ സന്ദർശിക്കുകയാണ്, അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. ആ സന്ദർശനം അവസാനിക്കാറായി എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.